ആശ്ചര്യമേ ഇതുവാരാൽ വർണ്ണിച്ചിടാം. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. എന്തു ഞാൻ ഏകിടും നിന്നുടെ പേർക്കാം. എന്തു ഞാൻ ഏകിടും നിന്നുടെ പേർക്കാം. ചിന്തിക്കുകിൽ വെറുമേഴെ ഞാനല്ലോ. ചിന്തിക്കുകിൽ വെറുമേഴെ ഞാനല്ലോ. ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ. ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ. നിന്നെ മാത്രം സ്നേഹിക്കും, സേവിക്കും, സ്നേഹിക്കും. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഈ ഭൂമിയുടെ മുഖത്ത് എന്നെയും ശേഷിപ്പിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലൈവ് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ ദിവസവുമുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയും കാവലുമാണ് നമ്മളെ സ്നേഹിക്കുകയും ദൈവ ശുശ്രൂഷയിലായിരിക്കാനൊക്കെയും സഹായിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയ പ്രാർത്ഥനയിൽ വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം വളരെ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ച് കാണുമായിരിക്കാം. അയ്യോ, ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലായിരുന്നു എന്ന് ചിന്തിച്ച അവസരങ്ങളിലൊക്കെ ദൈവം നമ്മളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് കേരളത്തിൽ SLCയുടെ റിസൾട്ടൊക്കെ അറിഞ്ഞ് എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ ജയിച്ചല്ലോ എന്നുള്ളതായ സന്തോഷത്തിലായിരിക്കാം. സന്തോഷിച്ചത് അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിനായിരിക്കട്ടെ. വിജയം വരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ വിജയിച്ചവർക്കെല്ലാം ദൈവം അനുഗ്രഹത്തിൻ്റെതായ മാരുകൾ കൊടുത്തത് കൊണ്ട് അവരെ തുടർന്നുള്ള പഠനത്തിനൊക്കെ കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇതിൽ തോൽവി സംഭവിച്ചതായ കുഞ്ഞുങ്ങളുണ്ട്. അവരെ ആരും ചിലപ്പോൾ ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കുകയോ ചെയ്ത് കാണുകയില്ലായിരിക്കും. എന്നാൽ നമ്മുടെ ചുറ്റുപാടിൽ ആരെങ്കിലും വിഷയത്തിൽ അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളൊന്ന് ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് ഈ സമയം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നതുകൊണ്ട് അവനിൽ ആശ്രയിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് മറ്റനേക ദൈവദാസന്മാർ ലൈവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അവിടെ ഒന്നും ലൈവ് ചെയ്യുന്ന പോലെയുള്ളതായ വലിയ ശബ്ദത്തിലുള്ള പ്രസംഗങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളതായ ബഹളങ്ങളൊന്നും ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് ഒരാശ്വാസം കൊടുക്കുന്നതായ ഒരു ശുശ്രൂഷയായിട്ട് ഞാൻ കാണുകയാണ്, ആഗ്രഹിക്കുകയാണ്. മറ്റ് പലരും ഈ ലൈവ് ചെയ്യുന്നതിലൊക്കെ അവസാനത്തിൽ ഒരു കാര്യം പറയും. ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഞങ്ങളുടെ IFSC കോഡ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പലരും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതായ ഒരു ശുശ്രൂഷ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കൊറോണ സമയത്ത് നമ്മൾ സമ്പാദിക്കാനായിട്ടല്ല നോക്കാനുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ആശ്വാസത്തിൻ്റെ വചനങ്ങൾ
നമുക്ക് കൊടുക്കുവാൻ സാധിച്ചെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ദൈവത്തിന് കൊടുക്കുന്ന ദാനം, ദൈവത്തിന് കൊടുക്കുന്നതായ നമ്മുടെ കഴിവ് എന്ന് രാത്രിക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്ക് സംസാരിക്കാനുള്ള കഴിവും, നമുക്ക് കേൾക്കുവാനുള്ള ത്രാണിയും, നമുക്ക് ഈ ലൈവ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ദൈവമാണ് നമുക്ക് തന്നത്. ഒരു കാലത്ത് ഇതിനൊന്നും സൗകര്യമില്ലാത്ത സമയത്ത് പരസ്യയോഗങ്ങളായിട്ടും മറ്റ് കൂട്ടായ്മ യോഗങ്ങളൊക്കെയും ആയിട്ട് അനേക ദൈവദാസന്മാർ വചനം പ്രസംഗിച്ചതിൻ്റെ ആ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആ വചനത്തിൽ നിന്നുള്ളതായ അറിവ് കൊണ്ടാണ് നമ്മളും ഇന്ന് ഈ ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ അവസരം മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുക. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ചു, മറ്റുള്ളവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് സുവിശേഷ വേല എന്ന് പറയുന്നത് പണം മോഹിച്ചുകൊണ്ടായിരിക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കരുത്. മറ്റുള്ളവർക്ക് ഒരാശ്വാസം കൊടുക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നെങ്കിൽ അത് ലൈവ് മുഖാന്തരമാണെങ്കിലും പ്രാർത്ഥന മുഖാന്തരമാണെങ്കിലും ഈ സമയത്ത് അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥന ചോദിച്ച് ലൈവിൽ ഫോണുകളൊക്കെ വിളിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളെയും കർത്താവ് സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന് ഇന്ന് രാത്രികാലം ഞാൻ ഓർക്കട്ടെ. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗത്തേക്ക് ഞാൻ രാത്രികാലം വരുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഈ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു എന്ന് പറയുവാനായിട്ട് ദാവീദിന് ചില കാര്യങ്ങളുണ്ട്. ഈ ചില കാര്യങ്ങളിൽ ആ യഥാർത്ഥമായിട്ടുള്ള ഉറപ്പോടും വിശ്വാസത്തോടും പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചമാകും. ഇരുട്ട് തപ്പിത്തളഞ്ഞ് നടക്കുന്ന ജനത്തിന് വെളിച്ചം കൊടുക്കുവാനായിട്ട് ഒരു കർത്താവുണ്ടെന്ന് അവൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവൻ രക്ഷയാണ്. വെളിച്ചത്തിലിരിക്കുന്ന ഭയപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു രക്ഷയ്ക്കുള്ളതായ ഒരു അവകാശത്തെ കൊടുക്കുന്നവനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഈ രാത്രികാലം ദൈവവചനത്തിൽ കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ദൈവത്തിൻ്റെ കൂടാരത്തിൽ നമ്മളെ ഒളിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ദൈവമായ കർത്താവുണ്ടെന്ന് ദാവീദ് തൻ്റെ ജീവിതത്തെ കൂടെ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലും നമ്മളെ ഒളിപ്പിച്ചതായ അനേക അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ കൂടാരത്തിൽ നമ്മളെ ഒളിപ്പിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെങ്കിലും പള്ളിയിൽ ചെന്ന് അഭയം പ്രാപിച്ചതാണോ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാക്കൂടത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചതാണോ, അവിടെ ചെന്നപ്പോൾ നമുക്ക് ഒരു മറുപടം ലഭിച്ചതാണോ? അതല്ല കർത്താവ് ഓർപ്പിക്കുന്നത്. അവിടെ ഓർപ്പിക്കുകയാണ്, അവൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. നമ്മളെ എങ്ങനെയാണ് അവൻ ഒളിപ്പിക്കുന്നത്? നമ്മളെങ്ങനെ ഒളിപ്പിക്കുന്നത് ചോദിച്ചാൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, പകല് വെയിലും മഴയൊക്കെ ഉണ്ടായപ്പോൾ, കൊടുങ്കാറ്റും പേമാരിയൊക്കെ ഉണ്ടായപ്പോൾ നമ്മളെ ഒളിപ്പിച്ചതായ ഒരു സങ്കേതമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഒളിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ പിടിക്കപ്പെടുമായിരുന്നു, നമ്മൾ തകർന്നു പോകുമായിരുന്നു. രോഗങ്ങൾ വന്നപ്പോൾ നമ്മൾ തകർന്ന് തരിപ്പണമായി പോയാണ്. അയ്യോ, ഞാൻ ഈ രോഗചികിത്സ എങ്ങനെ നിർവഹിക്കുമെന്ന് വിചാരിച്ച് പേടിച്ച് ഭയപ്പെട്ടിരുന്നിടത്ത് കർത്താവ് നിന്നെ അവൻ്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചതായ അനുഭവങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവൻ നമ്മളെ ഒളിപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ചവനായ ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പകല് ഭയങ്കര മഴയായിരിക്കും, ഭയങ്കര വെയിലായിരിക്കും, ഭയങ്കര കൊടുങ്കാറ്റായിരിക്കാം. എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റും പകല് വേഗവും മഴയും ഒക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങളാണ്. അവൻ തൻ്റെ കൂടാരത്തിൽ നമ്മളെ ഒളിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ സൗഖ്യമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്,
അമ്മ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഉടനെ അനിയനുമായിട്ട് ആശുപത്രിയിലേക്ക് പോയി. അനിയൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മകന് പെട്ടെന്ന് ഒരു വയ്യാഴിക, അവനെയുമായി മറ്റൊരു ആശുപത്രിയിലേക്ക്. ഇങ്ങനെ സമാധാനമില്ലാതെ ജീവിക്കുന്നതായ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം തൻ്റെ കൂടാരത്തിൽ അവൻ ഒളിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഇന്ന് രാത്രികാലം മറന്നുപോകരുത് എന്ന് ഈ രാത്രികാലം ഓർപ്പിക്കട്ടെ. ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നതായ എൻ്റെ പ്രിയമുള്ള സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ ഒളിപ്പിച്ചതായ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ദൈവം തൻ്റെ കൂടാരത്തിൽ നമ്മളെ മറച്ചതായ അനുഭവങ്ങളെ കാണുവാൻ സാധിക്കും. എന്നിട്ട് പിന്നെ പറയുകയാണ്, തിരുനിവാസത്തിൻ്റെ മറവിൽ അവൻ എന്നെ മറയ്ക്കും. കർത്താവ് നമ്മളെ പല സ്ഥാനങ്ങളിൽ മറച്ചു പിടിച്ചിട്ടുണ്ട്. ശത്രുവായവൻ നമ്മളെ തകർക്കുവാനായിട്ട് ഉദ്ദേശിച്ച പല സംഭവങ്ങൾ നമുക്കെതിരായി ആയുധം വന്നപ്പോൾ ഒരായുധവും നിനക്ക് ഫലിക്കയില്ല എന്നും പറഞ്ഞതായ വാഗ്ദത്ത പ്രകാരം നമ്മുടെ മുമ്പിൽ ഒരു മറയായി നിന്ന് നമ്മുടെ കർത്താവ് നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചാട്ടെ, നമ്മൾ ഒരുപക്ഷെ സ്വന്തം നാട്ടിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തായിരിക്കാം, മറ്റൊരു രാഷ്ട്രത്തിലായിരിക്കാം. നമ്മൾ കയറുന്നതായ വാഹനം നമ്മൾ ഇറങ്ങേണ്ട സ്ഥാനത്ത് ചെന്നെത്തിയവരം വരെ നമ്മളെ സൂക്ഷിച്ച് പരിപാലിച്ചത് നമ്മളെ ഓടിച്ച് ഡ്രൈവറിനെ മിടുക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആരുടെ മിടുക്കല്ല. ദൈവം നമ്മളെ ഭദ്രമേറിയ ചിറകളിൽ മറച്ചതായ അനുഭവത്തെ കാണുവാൻ സാധിക്കും. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ മറയ്ക്കുന്നതായ അനുഭവങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ തകർന്നു പോയെന്ന് വിചാരിച്ചതായ സ്ഥാനങ്ങളിൽ ദൈവം തൻ്റെ ഭദ്രമേറിയ ചിറകളിൽ നമ്മളെ മറച്ചു. നമ്മൾ സുഖകരമായി ജീവിക്കുകയില്ല എന്നും പറഞ്ഞ് നമ്മളോട് വെല്ലുവിളിച്ചവരും നീ ഒരു കാലത്തും അനുഗ്രഹം പ്രാപിക്കില്ല എന്ന് പറഞ്ഞതായ വ്യക്തികളുടെ മുമ്പിൽ നിനക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത് ദൈവം നിന്നെ മറച്ചത് കൊണ്ടാണ്. ശത്രുവിന് നമ്മളെ ഏൽപ്പിക്കാതിരുന്നത്. ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാം, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ, സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലിക്കെതിരായി നമ്മളിൽ സീനിയറായവർ നമ്മൾക്കെതിരായി ആയുധങ്ങൾ ഫലിക്കുമ്പോൾ, നമുക്കെതിരായ ആയുധം തൊടുന്നു വിടുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു മറയായി നിന്നിട്ട് കർത്താവ് നമ്മളെ സംരക്ഷിച്ച അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ഇല്ല, ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ഒരുപക്ഷെ നിന്റെ സഭയിലായിരിക്കാം, ഒരുപക്ഷെ നീ കൂടുന്ന കമ്മിറ്റിയിലായിരിക്കാം, ഒരുപക്ഷെ നീ കൂടുന്ന യോഗത്തിലായിരിക്കാം, ഒരുപക്ഷെ നീ കൂടുന്നതായ മറ്റവരുടെ മുമ്പാകെ നിന്നെ തകർക്കുവാനായിട്ട് ശത്രു നോക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ മറവിടമായി നിന്നുകൊണ്ട് ദൈവം നമ്മളെ സംരക്ഷിച്ചതായ അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് കർത്താവ് നമ്മളെ മറയ്ക്കുന്നറിയാവോ? തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മളെ മറയ്ക്കുന്നതായ ഒരു കർത്താവ് തിരുനിവാസത്തിൻ്റെ മറവിൽ നമ്മളെ മറയ്ക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വരുമ്പോൾ അതിനെ സംരക്ഷിക്കുവാനായിട്ട് തള്ളക്കോഴികൾ ഇങ്ങനെ നോക്കി നടന്ന് വല്ലോ പരുന്ത് വല്ലതും വരികയാണെങ്കിൽ അതിൻ്റെ മറവിലേക്ക് ഇതിനെ കൊള്ളുവന്ന് പോകുമല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പല ആപത്തും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഓർക്കാതെ നമ്മുടെ ജീവിതത്തിൽ മരണം വന്നിട്ടുണ്ട്. ആ മരണത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചിട്ടുണ്ട്. നീ വിചാരിക്കും എൻ്റെ രോഗത്തിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചത് എൻ്റെ മിടുക്കുകൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ മിടുക്കുകൊണ്ടാണ് വിടുതൽ, നീ വിചാരിക്കും. അല്ല, ദൈവം തൻ്റെ ഭദ്രമേറിയ ചിറകിൽ തിരുനിവാസത്തിൻ്റെ മറവിൽ നമ്മളെ മറച്ചത് കൊണ്ടാണ്. ഒന്നാമതായിട്ട് അവിടെ വീണ്ടും പറയുകയാണ്, ഒന്നാമത് കർത്താവ് നമ്മളെ ഒളിപ്പിക്കുന്ന കർത്താവാണ് എന്ന് പറഞ്ഞാൽ അവൻ തൻ്റെ കൂടാരത്തിൽ ശത്രുവിൻ്റെ മുമ്പിൽ നമ്മളെ ഒളിപ്പിക്കും. രണ്ടാമത് പറഞ്ഞത് അവൻ നിന്നെ മറയ്ക്കുന്ന ഒരു നല്ല കർത്താവാണ്. മൂന്നാമത് പറയുകയാണ്, അവൻ പാറമേൽ നിന്നെ ഉയർത്തും. പാറമേൽ നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളതായ ഒരു സ്ഥാനത്ത് ദൈവം നിന്നെ കൊണ്ടാക്കും. എങ്ങനെയുള്ളവൻ്റെ ജീവിതത്തിൽ? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു എന്ന് പറയുന്നവൻ്റെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിക്കുന്നതായ എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മളെ ഓർപ്പിക്കണം, പാറമേൽ എന്നെ ഉയർത്തും. നമ്മളെ കർത്താവ് ഉയർത്തിയ വിധങ്ങൾ ഓർത്താൽ ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാതിരിക്കാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ലോകപരമായി നടക്കുന്ന സംഭവമല്ലേ. പണ്ടൊക്കെ കാലത്ത് ഒരു പള്ളിയിൽ പോകണമെങ്കിൽ, ഒരു പ്രാർത്ഥനാ സ്ഥാനത്ത് പോകണമെങ്കിൽ, ഒരു സ്കൂളിൽ പോകണമെങ്കിൽ, ഒരു കവലയിൽ പോകണമെങ്കിൽ ഒരു ഷർട്ടോ അല്ലെങ്കിൽ രണ്ട് ഷർട്ടോ അല്ലെങ്കിൽ ഒരു പാൻറ്റോ അല്ലെങ്കിൽ രണ്ട് മുണ്ടോ അല്ലെങ്കിൽ
ഒരു ബെന്നിലൊക്കെ കാണുകയുള്ളായിരുന്നു. അത് അലക്കിയിട്ടിട്ട് അല്ലെങ്കിൽ ആ ആഴ്ച കൊണ്ടുപോയി തന്നെ തേച്ചും മടക്കിയും അല്ലെങ്കിൽ പിന്നെയും ഒന്നുകൂടെ അതിന് കളറൊക്കെ കൊടുത്തായിരിക്കും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോഴും ആരാധനയ്ക്ക് പോകാൻ ഡോർ ഇങ്ങോട്ട് തുറക്കുമ്പോൾ അലമാര ഡോർ തുറക്കുമ്പോൾ ഏതെടുക്കണമെന്നുള്ളത് ആ ചിന്തയായി. ഇങ്ങോട്ട് ചാടി വരിക. ഒരു സാരിക്ക് പകരം 150 സാരി ആയിരിക്കാം, ഒരു ഷർട്ടിൻ്റെ പകരം 150 ഷർട്ടായിരിക്കും. ചിലപ്പോൾ ലൈവ് ചെയ്യുമ്പോൾ ഓർക്കും, അയ്യോ ഇന്നലെ ഇത്തിരി ഷർട്ടാണല്ലോ ഇന്ന് ഇട്ടേക്കുന്നത്, അയ്യോ ഇന്നലെ ഇടുന്ന നാളെ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഷർട്ടാണല്ലോ. ഇപ്പം പുതിയ പുതിയ ഷർട്ടിന് വേണ്ടി തിരയുന്നതായ അനേകരെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ലൈവ് ശ്രദ്ധിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തിൻ്റെ ശുശ്രൂഷയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ അമേരിക്കയിലുള്ള സായിപ്പന്മാരൊക്കെ അവിടുത്തെ തണുപ്പിന് ഒരു മറ കിട്ടാനായിട്ട് ഒരു ഉടുപ്പിൻ്റെ മുകളിൽ വേറൊരു ഉടുപ്പൊക്കെ കോട്ടൊക്കെ ഇട്ട് പ്രവർത്തിക്കുന്നത് കാണുക. നമ്മുടെ ഡ്രസ്സ് കാണിക്കാനോ നമ്മുടെ ഭംഗി കാണിക്കാനോ നമ്മുടെ ഹെയർ സ്റ്റൈൽ കാണിക്കാനോ നമ്മുടെ വീടിൻ്റെ വലിയ ഫങ്ഷൻ വലിയ ഡോറ് കാണിക്കാനോ നല്ല ലൈവ് ചെയ്യേണ്ടത്. ചിലരൊക്കെ ആണെങ്കിൽ ഹോട്ടലിലൊക്കെ റൂം എടുത്തിട്ട് അവിടുന്ന് ലൈവ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കറിയാവുന്നവരുണ്ട്. ഡൈ ഒക്കെ ചെയ്ത് നല്ല മ്യൂസിക്കൊക്കെ നല്ല താടിക്കൊക്കെ നല്ല കളറൊക്കെ അഴിച്ച് ഇല്ലാത്ത കോട്ടൊക്കെ വരും. എന്തിനാ പ്രിയമുള്ളവരെ കേൾക്കുന്ന എൻ്റെ ശുശ്രൂഷകരെ, ഒരുപക്ഷേ ശുശ്രൂഷകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നിനക്ക് തന്നിട്ടുള്ളതെല്ലാം ഒന്നുമില്ലാത്തടത്തു നിന്നാണ്. ഒന്നുമില്ലാത്തടത്ത് ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഉയർത്തിയതാണ്. ഇന്ന് നിനക്ക് 2 വാക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിച്ചത് ദൈവം നിന്നെ ഉയർത്തിയത് കൊണ്ടാണ്. 2 പേരുടെ മുമ്പിൽ നിനക്ക് സംസാരിക്കാൻ ദൈവം സഹായിച്ചത് ദൈവം നിന്നെ ഉയർത്തിയതാണ്. അല്ലെന്ന് പറയാൻ സാധിക്കുമോ? ഇപ്പം നമുക്ക് പറയാനൊക്കെ നാണമാണ്, പഴയ കാലങ്ങളും പഴയ ജീവിത ശൈലിയൊക്കെ. അപ്പോൾ ദൈവം നമ്മൾ ഉയർത്തിയതായ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സാധിക്കും. ദൈവം നിന്നെ ഉയർത്തിയത് കൊണ്ട് തന്നെയാണ് നീ ഇന്നിങ്ങനെ ആയിരിക്കുന്നത്. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേകർ എന്നോട് സംസാരിക്കാറുണ്ട്. അവിടെയൊക്കെയും ജീവിതത്തിൽ അവർ പറയുന്നു, അയ്യോ എനിക്കൊരു കുഞ്ഞില്ല, അതുകൊണ്ട് ഇപ്പോൾ ചിലർ പ്രാർത്ഥിച്ചിട്ട് അയ്യോ കുഞ്ഞ് ലഭിച്ചില്ല എന്നും പറഞ്ഞ് പ്രാർത്ഥന മാറിപ്പോയവരുണ്ട്. മാറിപ്പോയ അനേകം നാളുകൾക്ക് ശേഷം അവർ കുഞ്ഞുമായിട്ട് വന്നിട്ട് അയ്യോ അങ്ങളെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ലഭിച്ചു എന്ന് പറയുമ്പം അവരുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവർ, നമ്മളെ കർത്താവ് ഉയർത്തി, നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ തന്നില്ലേ, നമുക്ക് നല്ല വിദ്യാഭ്യാസം തന്നില്ലേ, നമുക്ക് നൽകിയ നല്ല കഴിവുകൾ തന്നിട്ടില്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഉയർത്തിയതാണെന്നുള്ളതായ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് എല്ലാവരും മടി കാണിക്കുക. ലൈവ് ശ്രദ്ധിക്കാൻ പോലും ഇന്ന് പലരും മടി കാണിക്കുക. ഇപ്പം ലൈവ് നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് ഇങ്ങോട്ട് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ഈ ദൈവവചനമേ ഉള്ളൂ. അവർ ചിലപ്പോൾ പറയുന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ അതിൻ്റെ ഇടയ്ക്കൊരു വാക്യം ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്, അവൻ തൻ്റെ കൂടാരത്തിൽ നമ്മളെ ഒളിപ്പിച്ചത് കൊണ്ട്, അവൻ നമ്മളെ മറച്ചത് കൊണ്ട്, അവൻ നമ്മെ ഉയർത്തിയത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉയർത്തിയത് കൊണ്ട് നമ്മളിന്നും സൗഖ്യത്തോടെ ജീവിക്കുക. ദൈവം നമ്മളെ കരുതിയത് കൊണ്ട് നമ്മളിന്ന് ജീവിക്കുക. കുഞ്ഞുങ്ങളെ, എത്ര പേര് ഇപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുക. ഭാരപ്പെടുമ്പം കർത്താവ് ജോലിയില്ലാതെ നീ ഭാരപ്പെട്ടെങ്കിലും നിനക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള ദൈവം തമ്പുരാൻ കൊണ്ട് തരുന്നുണ്ട്. അതിലും ഇല്ലാതെ ഭാരപ്പെടുന്ന അനേകർ ഇന്നുണ്ട്. കരുതി വെച്ചതെല്ലാം, സ്വരൂപിച്ച് വെച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്നവരുണ്ട്. മോള് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുക. അവൾ പറഞ്ഞു, പപ്പാ, ഓരോ രോഗികൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർ കൊണ്ടുവന്നതായ പൈസ പോലും തികയാതെ അയ്യോ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ, അയ്യോ എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കണമേ എന്നും പറഞ്ഞ് കരയുന്നതായ കരച്ചിലൊക്കെ കാണുമ്പോൾ ദൈവം നമ്മളെ എങ്ങനെയാണ് മറച്ചത്, ദൈവം നമ്മളെ എങ്ങനെയാണ് ഉയർത്തിയതെന്ന് നമ്മൾ മറന്നു പോകരുതെന്ന് കുഞ്ഞ് പറയുവാൻ സാധിച്ചു. ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞു, ഒരു 21-22 വയസ്സുള്ള ചെറുപ്പക്കാരൻ ബൈക്ക് ഓടിച്ച് വന്ന് ഒരു കല്ലിൽ തട്ടി സ്കിഡായി. അവൻ വെച്ചിരുന്നതായ ഹെൽമെറ്റിൻ്റെ ക്ലിപ്പിടാതുകൊണ്ട് ഹെൽമെറ്റ് തെറിച്ചുപോയി. അവൻ്റെ ചെവിയിൽ ഒരു ഇയർഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് ആ ഇയർഫോണിൻ്റെ സൈഡ് മുറിഞ്ഞിട്ട് അത് ചെവിക്കകത്തോട്ട് കയറിപ്പോയി. ഇവന് അബോധാവസ്ഥയുടെ ആശുപത്രി കൊണ്ടുവന്നിട്ട് ഡോക്ടർമാർ പരിശോധിച്ചപ്പം ഹാർട്ട് മുതൽ താഴോട്ടുള്ളതെല്ലാം ചലിക്കുന്നുണ്ട്. ഇൻ്റർകാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ആ കുഞ്ഞ് പറയുന്നത് ഇതെല്ലാം ചലിക്കുന്നുണ്ട്, നരമ്പെല്ലാം രക്തമെല്ലാം ഓടുന്നുണ്ട്, നരമ്പെല്ലാം ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ
അവൻ്റെ തലച്ചോറ് മൊത്തം മരവിച്ചു പോയി. മൂക്കിൽ കൂടെ ദശ ചാടി ഇറങ്ങുന്നു, ചെവിക്കകത്ത് ചാടി ഇറങ്ങുന്നു, വായിക്കായത്ത് ദശ ചാടി ഇറങ്ങുന്നു. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. അബോധാവസ്ഥയിൽ കിടക്കുക. ആ പിതാവ് വന്നിട്ട് പറയുന്നതായ ഒരു വാക്കുണ്ട് പറഞ്ഞ്. ആ ഡോക്ടർ പറഞ്ഞു, എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാം, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. അവർ പറഞ്ഞു ഹോപ്പ്ലെസ്, ആ പ്രതീക്ഷയില്ല. എന്നിരുന്നാലും അവർ വിശ്വാസമനുസരിച്ച് അവർ പ്രാർത്ഥിക്കുവാനായിട്ട് അനേകരോട് പറയുന്നതായ അനുഭവത്തെ കേൾക്കുവാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാവത്ത് എപ്പോഴാണ് വരുന്നറിയത്തില്ല, അപകടം എപ്പോഴാണ് വരുന്നറിയത്തില്ല, പ്രതിസന്ധി എപ്പോഴാണ് വരുന്നറിയത്തില്ല. എന്നാൽ പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിൽ നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ ഉയർത്തുന്ന, നമ്മളെ മറയ്ക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുവാനായിട്ട് ഈ രാത്രികാലം നമുക്ക് ഇടയാകട്ടെ. ഈ കൊറോണ വ്യാധിയിൽ ദൈവം നിന്നെ മറച്ചതായ പല അനുഭവങ്ങളുണ്ടോ? നീ റോഡിൽ പോയി ചുമ്മാ നോക്കി നിന്നിട്ട് തിരിച്ചു വന്നപ്പോൾ നിനക്ക് കോവിഡ് വരാമായിരുന്നു. നിന്റെ പ്രിയപ്പെട്ടവർ സംസാരിച്ചപ്പോൾ നിനക്ക് കോവിഡിൻ്റെ ഒരു അംശം കയറാമായിരുന്നു. നീ ഓടിച്ച വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൽ നിന്ന് നിനക്ക് ഈ കോവിഡിൻ്റെ ഒരു വരാമായിരുന്നു. നീ സഞ്ചരിച്ച ട്രെയിനിൽ നിന്നൊരു അപകടം വരാമായിരുന്നു. നീ ആശുപത്രിയിൽ പോയി ഇരുന്നിട്ട് വന്നതായ കസേരയിൽ നിന്ന് നിനക്കൊരു അതിൻ്റെ ഒരു ബാക്ടീരിയ നിന്റെ ശരീരത്തിൽ പ്രവേശിക്കാമായിരുന്നു. അവിടെയെല്ലാം മറച്ച്, അവിടെയെല്ലാം നിന്നെ കരുതി തൻ്റെ കൂടാരത്തിൽ നമ്മളെ മറച്ച ഒരു ദൈവം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ലൈവ് ശ്രദ്ധിക്കാൻ എനിക്കിടയായിത്തീർന്നത്. ആരൊക്കെ എന്നെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഏത് ഭാഷയിലായിരുന്നാലും ഏത് ദേശത്തായിരുന്നാലും, തെലുങ്കിലൊക്കെ സംസാരിക്കണം, ഹിന്ദി സംസാരിക്കണം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ തെലുങ്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളികൾക്ക് മനസ്സിലാകത്തില്ല. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാർക്കും തെലുങ്കാർക്കും മനസ്സിലാകുന്നില്ല. പിന്നെ അവരെന്നോട് വിളിച്ചു ചോദിക്കുന്നത് അങ്കിളിനെ എന്ന് പറഞ്ഞതെന്ന്. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടെ തെലുങ്കുകാരും ഇല്ലാഞ്ഞിട്ടോ ഹിന്ദിക്കാരില്ലാഞ്ഞിട്ടുമല്ല, അവരുടെ ജീവിതത്തിൽ നമ്മുടെ ഇന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ് അവർ വിളിക്കുന്നത്. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ ഉയർത്തുന്ന, നമ്മളെ മറയ്ക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസവും ധൈര്യത്തോടെ അവൻ്റെ കരം പിടിക്കാം, അവനിൽ വിശ്വസിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ അടുത്തെങ്കിലും ആരെങ്കിലും SSLC പരീക്ഷ തോറ്റിട്ടുണ്ടെങ്കിൽ അവരോട് പറയണം, കുഞ്ഞുങ്ങളെ പരീക്ഷയെ തോറ്റതിൽ നിങ്ങൾ വിഷമിക്കരുത്, കർത്താവ് നിങ്ങൾക്ക് കരുതും, നിന്നെ ഉയർത്തും എന്ന് വിശ്വസിക്കുവാനായിട്ട് അവർക്കും ഇടയാക്കട്ടെ. ഈ കൊറോണ കാലത്ത് അനേക രോഗികൾ ആശുപത്രിയിലൊക്കെ ഭാരപ്പെടുന്നുണ്ട്. നമുക്കിപ്പോൾ കൊടുത്ത് സഹായിക്കണമെന്ന് ഇല്ലായിരിക്കാം. എന്നാൽ നീ അവർക്ക് പ്രാർത്ഥിച്ചാൽ അവരുടെ സ്ഥിതിക്ക് ഭേദം വരും. യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നെന്ന് എഴുതിയിരിക്കുന്നത്. തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ സ്ഥിതിക്ക് ഭേദം വന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും, നമ്മുടെ ഭവനങ്ങളിൽ സമാധാനവും, നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷം വർദ്ധിക്കുവാനിടയായി. അതിനായി ദൈവം തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ ലൈവ് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആസ്വദിക്കുന്നു. വളരെ ഹൃദയഭാരത്തോടു കൂടെ കർത്താവ് ശ്രദ്ധിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നീ ഞങ്ങളെ ഉയർത്തുന്നതിനും, നീ ഞങ്ങളെ മറയ്ക്കുന്നവനും, നീ ഞങ്ങളെ ഒളിപ്പിച്ച് ഞങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവമാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉറയ്ക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കും പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടതായ എല്ലാ കുഞ്ഞുങ്ങൾക്ക് ആസ്വദിക്കുന്നു. കർത്താവെ, ദൈവരാജ്യ മഹത്വത്തിനായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ മാനവ മഹത്വം എടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നാളെയും ദൈവം തമ്പുരാൻ അനുവദിച്ചാൽ നമുക്ക് ലൈവിൽ വീണ്ടും കാണാം. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ. താങ്ക് യു.